ഹലോ സ്റ്റുഡൻസ്, ബാക്ക് ടു അവർ വീഡിയോ. സോ നമ്മളെന്താ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ണർ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതിലിനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് പാർട്ട്നേഴ്സ് ക്യാപിറ്റലാണ്. സോ ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ണർ, റിട്ടയർമെൻറ്റ് സമയത്തോ ഡെത്ത് ഓഫ് ദ പാർട്ണറിൻ്റെ സമയത്തോ ദ റിമൈനിങ് പാർട്ട്നേഴ്സ് മേ ഡിസൈഡ് ടു അഡ്ജസ്റ്റ് ദെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻസ് ഇൻ ദെയർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അതായത് ഇൻ സച്ച് എ സിറ്റുവേഷൻ ദ സം ഓഫ് ദ ബാലൻസ് ഇൻ ദ ക്യാപിറ്റൽ ഓഫ് ദ കണ്ടിന്യൂയിങ് പാർട്ണർ, അതായത് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അല്ലെങ്കിൽ അവരുടെ സം ഓഫ് ദ ബാലൻസ് ഇൻ ദ ക്യാപിറ്റൽ എന്ന് പറയുന്ന കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് അത് നമ്മൾ എന്തായിട്ട് എടുക്കും? അതായത് ഇപ്പോൾ എ ബി സി എന്ന് പറയുന്ന 3 പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ സി എന്ന് പറയുന്ന പുള്ളിയാണ് റിട്ടയർഡ് ആവുന്നതെങ്കിൽ എയുടെയും ബിയുടെയും ആ ബാലൻസ്, അതായത് അവിടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻസ് വരുന്ന ബാലൻസ് നമ്മൾ എന്തായിട്ട് എടുക്കും? അവിടെ ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദ ഫേം ആയിട്ട് എടുക്കും. ഓക്കെ, എന്നിട്ട് ഈ ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദ ഫേമിന് നമ്മൾ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ഇൻഡിവിജ്വലി എയുടെയും ബിയുടെയും ന്യൂ ക്യാപിറ്റൽ എത്രയും നമ്മൾ എന്ത് ചെയ്യും? കണ്ടുപിടിക്കും. അതാണ് ഇവിടെ പറയുന്നത്. സോ അങ്ങനെ കണ്ടുപിടിക്കുന്ന സമയത്ത് ഇഫ് ദർ ഈസ് എനി എക്സസ് ഓർ ഡെഫിഷ്യൻസി ഓഫ് ദ ക്യാപിറ്റൽ ഇൻ ദ ഇൻഡിവിജ്വൽ ക്യാപിറ്റൽ അക്കൗണ്ട് മേ ബി വർക്ക്ഡ് ഔട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ജേണൽ എൻട്രി ആണ് പറയുന്നത്. ഫോർ എക്സസ് ക്യാപിറ്റൽ വിഡ്രോൺ ബൈ ദ പാർട്ണർ ആണെങ്കിൽ, എക്സസ് ആയിട്ട് ക്യാപിറ്റൽ വിഡ്രോൺ ബൈ ദ പാർട്ണർ ആണെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് ഓഫ് ബാങ്ക്. ഫോർ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ടു ബി ബ്രോട്ട് ഇൻ ബൈ ദ പാർട്ണർ ആണെങ്കിൽ, ക്യാപിറ്റൽ ക്യാഷ് കൊണ്ടുവരണമെങ്കിൽ, ആ കൊണ്ടുവരുന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ എന്ത് പറയണം? ക്യാഷ് ഓഫ് ബാങ്ക്. കാരണം എന്താ വരുന്നത്? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക്, ആ ഒരു എമൗണ്ടാണ് വരുന്നത്. ക്യാഷ് ഓഫ് ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് എന്ത് കിട്ടും? എൻട്രി കിട്ടും. സോ ഇവിടെ എന്താ, അവരുടെ ന്യൂ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻസ് കണ്ടുപിടിക്കാൻ നേരത്ത് ആ ഒരു ന്യൂ ക്യാപിറ്റൽ, അതായത് അവിടെ ഓൾഡ് ക്യാപിറ്റലുണ്ട് ന്യൂ ക്യാപിറ്റലുണ്ട് നമുക്കറിയാം. ആ ന്യൂ ക്യാപിറ്റൽ എന്താ, ആ ഒരു എമൗണ്ട് കൂടുതലാണെങ്കിൽ, ന്യൂ ഒരു ക്യാപിറ്റൽ എമൗണ്ട് കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫോർ ആ എമൗണ്ട് എന്ത് ചെയ്യാം? വിഡ്രോ ചെയ്യാം. അതിൻ്റെ എൻട്രിയാണ് ഞാൻ പറഞ്ഞത്. എക്സസ് എമൗണ്ട് ആണെങ്കിൽ എന്താ, എങ്ങനെയാണ് വിഡ്രോൾ വരുന്നത്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് ഓഫ് ബാങ്ക് എന്ന് പറയും. ഇപ്പം എന്താ, ഡെഫിസിറ്റ് ആണെങ്കിൽ, ആ എമൗണ്ട് ഡെഫിസിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ആ എമൗണ്ട് വീണ്ടും ആ പാർട്ട്ണർ എന്ത് ചെയ്യണം? ഫാമിലിയായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ ക്യാഷ് ഓഫ് ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് വരും. സോ ഓക്കെ, ക്ലിയർ. സോ നമുക്ക് എന്താ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഇനി നമ്മൾ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും കൂടെ വരുന്നൊരു പ്രോബ്ലം നോക്കാം. So the balance sheet of Mohit, Neeraj and Sohan, who are the partners of a firm, sharing profit according to their capital. സോ അവരുടെ ക്യാപിറ്റലിൻ്റെ ആ ഒരു പ്രൊപ്പോഷനിലാണ് ഒരു പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്. സോ ബാലൻസ് ഷീറ്റിൽ നമുക്ക് ക്യാപിറ്റൽ നോക്കാം. മോഹിത്തിൻ്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 80,000 ആണ്, നീരജിൻ്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 40,000 ആണ്, ആൻഡ് സൊഹാൻസിൻ്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40,000 ആണ്. സോ 80:4 നമുക്ക് എന്താ, നമുക്കവരുടെ ആ ഒരു എന്താ പ്രോഫിറ്റ് ഷെയറിങ്, ഓൾ പ്രോഫിറ്റ് ഷെയറിങ് ശേഷം നമുക്ക് കിട്ടി. ഓൺ മാർച്ച് 31, 2017 വാസ് അസണ്ട ഒരു ബാലൻസ് ഷീറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലോട്ട് പോവാം. ബാലൻസ് ഷീറ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലോട്ട് പോവാം. ഓൺ ദാറ്റ് ഡേറ്റ് നീരജ് ഈസ് ഡിസൈഡഡ് ടു റിട്ടയർ ഫ്രം ദ ഫ്രെയിം. അപ്പോൾ ആരാണ് റിട്ടയർ ആവുന്നത്? ഇവിടെ നീരജാണ് റിട്ടയർ ആവുന്നത്. ആൻഡ് വാസ് പെയ്ഡ് ഫോർ ഷെയർ ഇൻ ദ ഫേം സബ്ജക്റ്റ് ഫോളോയിങ്. സോ ബിൽഡിംഗ് ഈസ് ടു ബി അപ്രീഷിയേറ്റഡ് ബൈ 20%. സോ ഇവിടെ എന്താ, അസറ്റിൻ്റെയും ലൈബിലിറ്റിയുടെ ഒരു റീവാലുവേഷൻ വരുന്നുണ്ട്. ഇപ്പോൾ ബിൽഡിംഗ് എന്താ പറയുന്നത്? ബിൽഡിങ്ങിന് അപ്രീസിയേഷനാണ്. ബിൽഡിങ്ങിൻ്റെ വാല്യൂ എന്താണ്? കൂടുകയാണ്. എത്രയാണ്? ബൈ 20%. സോ ബിൽഡിംഗ് ഇവിടെ എത്രയുണ്ട്? ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ എത്രയാണുള്ളത്? 1 lakh ആണ് ഇവിടെ ബിൽഡിംഗ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് അല്ലേ? സോ ഈ 1 lakhൻ്റെ 20% കൂടെ നമുക്ക് എത്ര കിട്ടും? 1,20,000 എന്ന് കിട്ടും. സോ നമുക്ക് ഇതിൻ്റെ എത്രയാണ് കൂടിയിരിക്കുന്നത്? 20,000 ആണ് എന്താ ഇവിടെ അപ്രീസിയേഷൻ എമൗണ്ട് ആയിട്ട് വന്നിരിക്കുന്നത്. പിന്നെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്സ് ഈസ് ടു ബി ഇൻക്രീസ് ടു 15% ഓഫ് ഡെപ്റ്റേഴ്സ്. മെഷീനറി to be depreciated by 20%. Goodwill of the firm is valued at 72,000 and the returning partner share is adjusted through the capital account of remaining partner. നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ്വില്ല് എന്താ, ഗുഡ്വില്ലിൻ്റെ വാല്യൂ ബാലൻസ് ഷീറ്റിൽ വരാത്ത, അതായത് ദ എമൗണ്ട് ഓഫ് ഗുഡ്വിൽ ഈസ് നോട്ട് അപ്പിയർ ഇൻ ദ ബാലൻസ് ഷീറ്റിൻ്റെ, അതായത് ബുക്സിൻ്റെ അകത്ത് നമ്മൾ പഠിച്ച 4ാമത്തെ മെത്തേഡിലാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? ഗുഡ്വില്ല് ചെയ്യേണ്ടത്. അതായത് റിമൈനിങ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഇവിടെ എന്ത് കണ്ടുപിടിക്കാൻ? ഗുഡ്വില്ല് നമ്മൾ എന്ത് ചെയ്യാൻ? ഗുഡ്വില്ലിനെ നമ്മൾ എന്ത് ചെയ്യാൻ? ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമുക്ക് എന്താ ആൻസറിലോട്ട് നോക്കാം. ആദ്യം നമുക്കിവിടെ ചെയ്യേണ്ടത് എന്താ? റീവാലുവേഷൻ അക്കൗണ്ടാണ്. ഇപ്പോൾ റീവാലുവേഷനിൽ ആദ്യം എന്ത് പറഞ്ഞിട്ടുണ്ട്? ബിൽഡിംഗ് ടു ബി അപ്രീഷിയേറ്റ് ബൈ 20%. ബിൽഡിംഗ് ഇവിടെ 1 lakh ഉണ്ട്, 20% എന്താ? അപ്രീസിയേഷനാണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ബിൽഡിങ്ങിൻ്റെ ആ ഒരു അപ്രീസിയേഷൻ 20,000 എന്ന് കിട്ടും. അത് അപ്രീസിയേഷൻ അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ് ആയതുകൊണ്ട് നമ്മളെവിടെ കാണിക്കും? റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ബൈ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ എത്ര കാണിക്കും? 20,000 കാണിക്കും. ഇനി നമ്മൾ 3ാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കിയോ. മെഷീനറി ടു ബി ഡിപ്രീസിയേറ്റഡ് ബൈ 20%. ഇവിടെ എന്താ, മെഷീനറിയുടെ വാല്യൂ എന്ത് ചെയ്യാണ്? കുറയുകയാണ്. എത്ര ശതമാനം? 20%. അപ്പോൾ മെഷീനറി ഇവിടെ എത്രയുണ്ട്? 50,000 ഉണ്ട്. മെഷീനറി വാല്യൂ 20,000. നമ്മൾ എന്താ 20% കുറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഡിക്രീസ് ഇൻ ദ വാല്യൂ എത്ര കിട്ടും? മെഷീനറി 10,000 എന്ന് കിട്ടും.
അപ്പോൾ അതിന് എന്ത് ചെയ്യും, നമ്മൾ ഡെബിറ്റ് ചെയ്യും. റീവാലുവേഷൻ അക്കൗണ്ട് എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്ത് കാണിക്കും. ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്ത് കാണിക്കും. ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ. ഇനി എന്ത് പറയുന്നുണ്ട്, ഒരു പ്രൊവിഷൻ പറയുന്നുണ്ട്. പ്രൊവിഷൻ ഫോർ ബാഡസ്റ്റ് ബി ഇൻക്രീസ് ടു 15% ഓഫ് ഡെപ്റ്റേഴ്സ്. നിലവിൽ നമ്മളെ ബാലൻസ് ഷീറ്റിൽ ഇപ്പോൾ എത്ര പ്രൊവിഷൻ ഉണ്ട്, 1000 എന്ന് പറയുന്ന പ്രൊവിഷൻ നമുക്കുണ്ട്. പ്രൊവിഷൻ ഫോർ ബാഡസ്റ്റ് 1000 ഉണ്ട്. ഇനി അവർ എന്ത് പറയുന്നുണ്ട്, ഇൻക്രീസ് 2 ആണ്, ഇൻക്രീസ് ബൈ അല്ല, ഇൻക്രീസ് 2 ആണ്. അപ്പോൾ ഇൻക്രീസ് 2 എത്രയാണെന്ന് പറയുന്നു, 15% ഓഫ് ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നു. അപ്പോൾ ഡെപ്റ്റേഴ്സ് നമുക്ക് ഇവിടെ എത്രയുണ്ട്, 20,000 ഉണ്ട്. അപ്പോൾ ഈ 20,000ൻ്റെ 15% കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും, എത്ര കിട്ടും, 20,000ൻ്റെ 15% കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 3,000 എന്ന് കിട്ടും. സോ 3,000 നമുക്ക് എന്താ, 1,000 ഓൾറെഡി പോയിട്ട് നമ്മൾ ബാക്കി എത്ര കാണിക്കും അവിടെ, 2,000 എന്ന് കാണിക്കും. സോ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2,000 ആണ്. ഇൻക്രീസ് ടു 15% ഓഫ് ഡെപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും, ടോട്ടൽ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് 20,000ൻ്റെ 15% കണ്ടുപിടിക്കുമ്പോൾ 3,000 എന്ന് കിട്ടും. ഇൻക്രീസ് 2 ആണ്. അപ്പം ഈ 1,000 കൂടെ അതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ 1,000 നമ്മൾ ഡിഡക്റ്റ് ചെയ്ത് മാറ്റണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 2,000 എന്ന് കിട്ടും. സോ ഇത്രയാണ് നമ്മൾ റീവാലുവേഷനിൽ വരുന്ന ഐറ്റംസ്. ഇനി നമുക്ക് എന്താ, റീവാലുവേഷൻ അക്കൗണ്ട് എന്ത് ചെയ്യാം, ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ക്രെഡിറ്റ് സൈഡിൽ 20,000 ഉണ്ട്, ഡെബിറ്റ് സൈഡിൽ എത്രയുണ്ട്, 12,000 ഉള്ളൂ. ബാക്കി 8,000 ബാലൻസ് വരും. സോ നമുക്ക് എന്താ, പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ എത്ര കിട്ടും, 8,000 എന്ന് കിട്ടും. ആ 8,000 നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറുകൾ എന്ത് ചെയ്യണം, ഓൾഡ് പ്രോഫിറ്റ് റേഷ്യോസ്, അതായത് റിട്ടയറിംഗ് പാർട്ട്നേഴ്സിനും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, റീവാലുവേഷൻ പ്രോഫിറ്റ് എന്ത് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ. ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ 4,000, 2,000, 2,000 എന്ന് വരും. കാരണം 8:4:4, അതായത് 2:1:1 നമ്മൾ അതിനെ എന്താ ഷോർട്ട് ചെയ്യുമ്പോൾ അതാണ് അവരുടെ എന്ത് പറയുന്നത്, അവരുടെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. സോ അടുത്ത ഇനി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ വരയ്ക്കുന്നു. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആദ്യം നമ്മൾ ബാലൻസ് ബ്രോട്ട് ആണ്, അവിടെ ക്യാപിറ്റൽ എടുത്തെഴുതുന്നു 80,000, 40,000, 40,000. ദെൻ എന്താ, ജനറൽ റിസർവ് ഉണ്ടോ എന്ന് നോക്കും. നമുക്കറിയാം അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആണ് ജനറൽ റിസർവിൻ്റെ അകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത്. സോ ആ ജനറൽ റിസർവ് നമ്മൾ എന്ത് ചെയ്യും, ആ ഓൾഡ് റേഷ്യോയിൽ അതേപോലെ നമ്മൾ എന്ത് ചെയ്യും, ഷെയർ ചെയ്യും. ജനറൽ റിസർവ് ക്വസ്റ്റ്യനിൽ എത്രയുണ്ട്, ജനറൽ റിസർവ് എന്ന് പറയുന്നത് 20,000 ഉണ്ട്. ആ 20,000 നമ്മൾ എന്താ, ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഷെയർ ചെയ്യുമ്പോൾ 10,000, 5,000, 5,000 എന്ന് കിട്ടും. പിന്നെ റീവാലുവേഷൻ പ്രോഫിറ്റ് ആയതുകൊണ്ട് നമ്മൾ അതേ കണക്ക് എന്താ, ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും 4,000, 2,000, 2,000. ഇതൊരു ഓക്കെ അല്ലേ. ഇനി നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ട ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഗുഡ് വില്ലാണ്. ഞാൻ പറഞ്ഞു ഗുഡ് വിൽ ഇവിടെ എന്താ, ഗുഡ് വിൽ എന്ത് ചെയ്തിട്ടില്ല, ആ എമൗണ്ട് എന്ത് ചെയ്തിട്ടില്ല, നമ്മളെ ബുക്സ് അതായത് ബാലൻസ് ഷീറ്റിൽ അപ്പിയർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് മെത്തേഡ്, അതായത് നമ്മൾ ഫസ്റ്റ് സിറ്റുവേഷനിൽ വരുന്ന അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അതിൽ 4ാമത്തെ മെത്തേഡാണ്. അവർ പറഞ്ഞിട്ടുണ്ട് റിമൈനിങ് പാർട്ട്നേഴ്സിൻ്റെ ആ ഒരു ഇതിൽ ഷെയർ ചെയ്തിട്ട് വേണം എന്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ അതിൽ വേണം എന്ത് ചെയ്യാൻ, ഗുഡ് വിൽ കാണിക്കാൻ. സോ നമുക്കിവിടെ എന്ത് എഴുതാം, ഗുഡ് വിൽ എന്ന് പറയുന്ന ടോട്ടൽ എമൗണ്ട് എത്രയുണ്ട്, ഗുഡ് വിൽ എന്ന് പറയുന്ന എമൗണ്ട് 72,000 ഉണ്ട്. 72,000-ൽ നമ്മൾ ആ റിട്ടയറിംഗ് പാർട്ട്ണറിൻ്റെ ഷെയർ ഓഫ് ഗുഡ് വിൽ കണ്ടുപിടിക്കണം. റിട്ടയറിംഗ് പാർട്ട്ണറിൻ്റെ ഷെയർ ഓഫ് ഗുഡ് വിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, നമുക്കറിയാം നീരജാണ് ഇവിടെ റിട്ടയർഡ് ആവുന്ന പുള്ളി. സോ നീരജിൻ്റെ ആ ഒരു ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാണ്, 8:4:4 ആണ്. സോ 4 ആണ്, 4 എത്ര 16 ആണ് നീരജിൻ്റെ ഷെയർ എന്ന് പറയുന്നത്. സോ ഇതിൽ 72,000 × 4/16 ചെയ്യണം. 72,000 × 4/16 ചെയ്യുമ്പോൾ നമുക്ക് എത്ര എന്ന് കിട്ടും, നമുക്ക് 18,000 എന്ന് കിട്ടും. സോ ഈ 18,000-ന് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആയിട്ട്, അതായത് അവിടെ ന്യൂ റേഷ്യോ ആയിട്ടുള്ള എത്ര, നീരജിൻ്റെ ഷെയർ മാറ്റിയിട്ട്, അതായത് ആ 4 മാറ്റിയിട്ട് ബാക്കി 8:4 എന്ന് എടുക്കും. 8:4 എന്ന് പറയുമ്പോൾ 8/12 4/12 എന്ന് എന്ത് വരും, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വരും. സോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഈ 18,000-ന് ആ 4/12 8/12 കൊണ്ട്, അതായത് 8:4 എന്നുള്ള റേഷ്യോയിൽ ആരെ വീതിച്ച് കൊടുക്കും, ആ 18,000-ന് വീതിച്ച് കൊടുക്കും. അതാണ് നമ്മളതിൽ കണ്ടിരിക്കുന്നത് എന്താ, നീരജ് ക്യാപിറ്റൽ, അതായത് ഡെബിറ്റ് സൈഡിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ നീരജ് ക്യാപിറ്റൽ, അതായത് നീരജ് ക്യാപിറ്റൽ ബാലൻസ് കാര്യം, അതായത് നീരജിൻ്റെ ആ ഒരു ഷെയർ ഓഫ് ഗുഡ് വിൽ എങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു, മോഹിത്തിന് 12,000, സോഹാൻ എത്ര 6,000, അതായത് 8:4 എന്നുള്ള റേഷ്യോയിൽ, ന്യൂ റേഷ്യോയിൽ പാർട്ട്നേഴ്സ് തന്നെ എന്ത് ചെയ്തിരിക്കുകയാണത്, ആ ബാക്കി മോഹിത്തിനും സോഹാനും ആ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്ത് ചെയ്തിരിക്കുകയാണ്, ആ എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതേപോലെ നമുക്ക് എവിടെയും കാണിക്കണം, ഇതിന് നീരജിൻ്റെ അക്കൗണ്ടിലും കാണിക്കണ്ടേ, നീരജിൻ്റെ അക്കൗണ്ടിൽ കാണിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. അതേപോലെ എന്താ, മോഹിൻസ് ക്യാപിറ്റൽ 12,000 എന്നും സൊഹാൻസ് ക്യാപിറ്റൽ എത്ര 6,000 എന്നും കാണിക്കും. സോ ഇത്രയാകുമ്പോൾ നമ്മളെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതേണ്ട ഐറ്റംസ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മളെന്താ സമ്മപ്പ് ചെയ്യും. സമ്മപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ, ഓരോ സൈഡിലും ആ ഒരു എമൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് ചെയ്യും, ആ ഒരു എമൗണ്ട് കറക്റ്റായിട്ട് തന്നെ കിട്ടും. 94,000, 65,000, 47,000 എന്ന് കിട്ടും. ക്രെഡിറ്റ് സൈഡിലും ആ സെയിം എമൗണ്ട് തന്നെ കിട്ടും. ഇനി എന്താ,
ഈ ബാലൻസ് ക്യാരിഡ്, അതായത് ബാലൻസ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ബാലൻസ് ചെയ്യുമ്പോൾ എത്ര വരും? ബാലൻസ് ക്യാരിഡ് എമൗണ്ട് നമ്മൾ ബാലൻസ് കണ്ടുപിടിക്കുമ്പോൾ 82,000, 65,000, 41,000 എന്ന് കിട്ടും. ആഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? ആ എമൗണ്ട് കറക്റ്റായിട്ട് എമൗണ്ട് എടുത്തെഴുതും. ഇനി നമ്മൾ എന്ത് ചെയ്യും? ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ബാലൻസ് ക്യാരി ഡൗണിനെ അടുത്ത വർഷം അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ നമ്മൾ എന്ത് ചെയ്യും? ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യും. ബ്രോ ഡൗൺ ചെയ്തിട്ട് എന്താ നമുക്കറിയാം ഇവിടെ, എന്നിട്ട് ആ എമൗണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ എന്താ ബൈ ബാങ്ക് നമുക്കറിയാം അവരുടെ ഇപ്പം ഓക്കെ. ഇപ്പോൾ ജസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, ഇപ്പോൾ അവരുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാണ്? 8:4 ആണ്. അവരുടെ ന്യൂ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വരും? അപ്പം നമുക്കറിയാം അവരുടെ ആ ഒരു ഓൾഡ് ക്യാപിറ്റൽ എങ്ങനെയായിരുന്നു? 80,000, 40,000, 40,000 എന്നായിരുന്നു. അതിൽ നീരജ് പോയി, ബാക്കി ഇപ്പോൾ എത്രയുണ്ട്? 80,000, 40,000 ഉണ്ട്. സോ ഇതാണ് അവരുടെ ന്യൂ ക്യാപിറ്റൽ എന്ന് പറയുന്നത്, അല്ലേ? സോ എന്താ ആ ന്യൂ ക്യാപിറ്റൽ ആ എമൗണ്ടിലോട്ട് എത്താൻ വേണ്ടി എക്സസ് എമൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡിഡക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്കറിയാം അവരുടെ ഓൾഡ് ക്യാപിറ്റൽ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും കഴിഞ്ഞ് നമുക്ക് എത്ര കിട്ടി? എയ്ക്കെന്ന് പറയുന്ന സോറി മോഹിത്തിനും അതേപോലെ സോഹനും എത്രയുണ്ട്? 82,000ഉം 41,000ഉം ഉണ്ടല്ലേ? സോ ഇനി 82,000ഉം 41,000നെയും, അതായത് 82,000ഉം 41,000 നമ്മൾ എന്ത് ചെയ്യും? 82,000നെയും 41,000നെയും നമ്മളെന്താ അവിടെ ന്യൂ ക്യാപിറ്റൽ റേഷ്യോ അല്ലെങ്കിൽ അവിടെ ന്യൂ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 80,000ഉം 40,000ഉം ആണ്. അപ്പം മോഹിത്തിനവിടെ 2,000 എക്സസ് ആണ്, അതേപോലെ തന്നെ സോഹനവിടെ 1,000 എക്സസ് ആണ്. ആ എമൗണ്ട് രണ്ടെണ്ണം നമ്മൾ ഡെബിറ്റ് ചെയ്ത് മാറ്റും, നമ്മളത് ബാങ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ബാക്കി ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ട് എത്രയാണ് വരുന്നത്? 80,000ഉം 40,000ഉം ആണ്. ക്ലിയർ? ഇപ്പോൾ 80,000ഉം 40,000ഉം ആണ് ആരുടെയൊക്കെ? മോഹിത്തിൻ്റെയും അതേപോലെ തന്നെ സോഹൻ്റെയും ന്യൂ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമ്മൾ ഓൾഡ് ക്യാപിറ്റലിൽ നിന്ന് ആ എക്സസ് എമൗണ്ട് കുറച്ചിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആ ന്യൂ ക്യാപിറ്റൽ എമൗണ്ട് കിട്ടുന്നത്. ഇനി നമ്മൾ ബാലൻസ് ഷീറ്റ് എഴുതും. ബിൽഡിംഗ് നമുക്കറിയാം അപ്രീസിയേഷനാണ്. ബിൽഡിംഗ് അപ്പോൾ 20,000 കൂടി, മെഷീനറിയിൽ എത്ര കുറഞ്ഞു? 10,000 കുറഞ്ഞു. അപ്പോൾ 1,20,000 ബിൽഡിങ്ങും മെഷീനറി 40,000 വരും. സ്റ്റോക്ക് എത്രയുണ്ട്? സ്റ്റോക്ക് എത്രയുണ്ട്? 18,000 തന്നെയാണ്. നമുക്ക് സ്റ്റോക്കിൽ എന്താ വ്യത്യാസമൊന്നും വരുന്നില്ല, സ്റ്റോക്ക് 80,000 തന്നെയാണ്. ഡെപ്റ്റേഴ്സ് എത്രയാണ്? പ്രൊവിഷൻ ഫോർ ഡെപ്റ്റേഴ്സ് എത്ര കൂടി? ഇൻക്രീസ് ടു 15% ആയതുകൊണ്ട് തന്നെ 2,000 കൂടെ കൂടി. അപ്പോൾ ടോട്ടൽ 3,000 ഉണ്ട്. അപ്പോൾ എത്ര? 20,000 3,000 തുടങ്ങിയപ്പോൾ 17,000 കിട്ടും. അപ്പോൾ അസറ്റ് സൈഡ് എല്ലാം കൂടെ നമുക്ക് 1,95,000 കിട്ടി. ഇനി ലൈബിലിറ്റി സൈഡ് നോക്കുമ്പോൾ എന്താ? ക്രെഡിറ്റേഴ്സ് 21,000 ആണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 54,000 ആണ്. ന്യൂ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അവരുടെ 80,000ഉം 40,000ഉം ആണ്. അതായത് അവിടെ ന്യൂ ക്യാപിറ്റൽ ഷെയറിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8:4 ആണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 80,000ഉം 40,000 കിട്ടും, 1,20,000. സോ ബാലൻസ് ഷീറ്റ് ടോട്ടൽ 1,95,000 എന്നും 1,95,000 എന്നും കിട്ടും. ഓക്കെ. ഈ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാകുക അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാം. അതിലൊന്നും ഒരു വറീസും വേണ്ട. ഓക്കെ. സോ ഇതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇതായിരിക്കും ഒരു എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്നത്. ഒരു റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, അതേപോലെ എന്താ ഒരു ബാലൻസ് ഷീറ്റ് കാണിക്കണം. ഇവിടെ എന്താ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന നേരത്തെ അവരുടെ ഓൾഡ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ കിട്ടും. അതിൽ നിന്ന് എന്തെങ്കിലും എക്സസ് ഉണ്ടെങ്കിൽ അത് മാറ്റിയ എമൗണ്ടാണ് നമ്മളെന്ത് ബാങ്ക് എന്നും പറഞ്ഞ് 2,000ഉം 1,000ഉം ഡിഡക്റ്റ് ചെയ്ത് അവരുടെ ന്യൂ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ആയിട്ടുള്ള 80,000ലോട്ടും 40,000ലോട്ടും എത്തിയിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ? സോ അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡെത്ത് ഓഫ് എ പാർട്ട്ണറാണ്. നമ്മൾ എങ്ങനെയാണ് റിട്ടയർമെൻറ്റ് ചെയ്തത് ഏകദേശം അതേപോലെ തന്നെ സിമിലർ ആയിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഡെത്ത് ഓഫ് എ പാർട്ട്ണറിൻ്റെ പ്രോസസ്സ് ചെയ്യുന്നത്. അതിലൊന്നും വളരെ വ്യത്യാസമൊന്നും വരുന്നില്ല. പിന്നെ റിട്ടയർമെൻറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഒരു അക്കൗണ്ടിങ് ഇയറിൻ്റെ എൻഡിലായിരിക്കും സംഭവിക്കുന്നതെങ്കിൽ ഡെത്ത് എന്ന് പറയുന്നത് നമുക്ക് അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആ ഒരു സംഭവം ഒക്കെ അറിയാം. അപ്പം നമുക്ക് അക്കൗണ്ടിങ് ഏതൊരു ടൈം പീരീഡിൽ വേണമെങ്കിലും ആ ഒരു ഡെത്ത് എന്ന് പറയുന്ന സംഭവം ഒക്കെ അറിയാം. അത് മാത്രമാണ് ഇവിടെ ഒരു വ്യത്യാസമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ട വരും? ആ ഒരു മന്ത് എടുക്കുന്ന ആ ഒരു സംഭവമൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. So it's stated earlier, the accounting treatment in the event of death of a partner is similar to that in the case of retirement. നമ്മൾ പറഞ്ഞു തന്നെയാണ്. And that in case of a death of a partner is claimed is transferred to executor. നമുക്കറിയാം ഡെത്തിൻ്റെ സമയത്ത് അയാളുടെ ആ ഒരു എമൗണ്ട് കിട്ടേണ്ട എമൗണ്ടൊക്കെ നമ്മൾ അയാളുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. So however there is one major difference is that while the retirement is normally take place at the end of an accounting period ആണെങ്കിൽ ഡെത്ത് എന്ന് പറയുന്നത് മേ ബി ഒക്കർ അറ്റ് എനി ടൈം, എപ്പോൾ വേണമെങ്കിലും ഡെത്ത് സംഭവിക്കാം. So in case of a partner, his claim shall also include the share of hence in case of a partner, his claim shall also include his share of profit or loss
ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്. സോ ഇതെല്ലാം എന്ത് വരും, ആ ഒരു പാർട്ട്ണറിൻ്റെ ആ പുള്ളിക്ക് എന്താ കിട്ടാനുള്ള എമൗണ്ട്സ് ആണ്. ഓക്കെ, സോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പറയുന്നത്, ഫോർ എക്സാമ്പിൾ ബഗുൽ, ചമ്പക് ആൻഡ് ദർശൻ were partners in a firm sharing profit in the ratio 5:4:1. The profit of the firm of the year എന്ന് പറഞ്ഞാൽ എത്രയാണ്, മാർച്ച് 31, 2017 1 lakh ആണ്. ചമ്പക് എന്ന് പറയുന്ന പുള്ളി അതായത് ചമ്പക് ഡൈസ് ഓൺ January 30, 2017 ആൻഡ് ചമ്പക് ഷെയർ ഓഫ് ദ പ്രോഫിറ്റ് ഫോർ ദ പീരീഡ് April 1 to June 30 വരെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ നമുക്കറിയാം ടോട്ടൽ പ്രോഫിറ്റ് ഓഫ് ദ ഇയർ എത്രയാണ്, 1 lakh ആണ്. ചമ്പക് എന്ന് പറയുന്ന ആൾ എപ്പോഴാണ് മരിക്കുന്നത്, ജൂൺ. അതായത് നമുക്കറിയാം ഒരു അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും April to March ആണ്. ചമ്പക് എന്ന് പറയുന്ന പുള്ളിയുടെ എപ്പോഴാണ് മരിക്കുന്നത്, June 30 ആ പുള്ളി മരിക്കുന്നത്. സോ നമുക്ക് എന്താ June 30 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് April to 30 June ആണ്. സോ ഏപ്രിൽ മെയ് ജൂൺ 3 മാസമാണ് ഇവിടെ വരുന്നത് അല്ലേ. June 30 ആയതുകൊണ്ട് നമ്മൾ ജൂണും എടുക്കും. സോ 1 lakh ഇൻറ്റു 3/12 ഇൻറ്റു പിന്നെ ആ പുള്ളിയുടെ ഷെയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4 എത്രയാണ്, 10 ആണ്. സോ അത് കണ്ടുപിടിക്കുമ്പോൾ എന്ത് കിട്ടും, നമ്മളുടെ പുള്ളിയുടെ ചമ്പക്കിൻ്റെ ടോട്ടൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയും നമുക്ക് കിട്ടും. സോ അതിൻ്റെ ജേണൽ എൻട്രി എങ്ങനെ വരും, പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റഡ് ടു, അതായത് ഇവിടെ സസ്പെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റഡ് ടു ചമ്പക് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് എത്ര കാണിക്കും, നമ്മൾ 10,000 എമൗണ്ട് കാണിക്കും. സോ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ എന്താ, പുള്ളി എന്താ June 30 മരണപ്പെടുന്നത്. സോ June 30 മരിക്കുമ്പോൾ നമുക്ക് എത്രയാണ്, ഫസ്റ്റ് ഏപ്രിൽ തുടങ്ങി 13 ജൂൺ വരെ എടുക്കുമ്പോൾ 3 months വരുന്നത്. സോ ആ 3 മാസത്തെ നമ്മൾ 1 lakh കാൽക്കുലേറ്റ് ചെയ്യണം. സോ 1 lakh ഇൻറ്റു 3/12 ഇൻറ്റു പുള്ളിയുടെ ഷെയർ 4/10 ആ ചെയ്യുമ്പോൾ നമുക്ക് ആ ടോട്ടൽ ചമ്പക്കിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് കിട്ടും. അത് നമ്മൾ എങ്ങോട്ട് മാറ്റും, പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ടിലോട്ട് മാറ്റും. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഏത് അക്കൗണ്ടിലോട്ടാണ് മാറ്റുന്നത്, സസ്പെൻസ് അക്കൗണ്ടിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ എമൗണ്ട് മാറ്റുന്നത്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡിസീസ്ഡ് പാർട്ട്ണറുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് ആ ജേണൽ എൻട്രി വരുന്നത് എങ്ങനെയാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റഡ് ടു ആ ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. സോ ഇങ്ങനെയാണ് എന്ത് പറയുന്നത്, ആ ജേണൽ എൻട്രി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റെക്കോർഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതേപോലെ തന്നെ ഇപ്പോൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിലാണ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കി, ഇപ്പോൾ ഇഫ് ചമ്പക് ഷെയർ ഓഫ് പ്രോഫിറ്റ് വാസ് ടു ബി കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ആവറേജ് പ്രോഫിറ്റ് ആണെങ്കിൽ നമുക്ക് എന്താ, ഇപ്പോൾ കുറച്ച് വർഷത്തെ ലാസ്റ്റ് ഇയേഴ്സ് കുറേ പ്രോഫിറ്റ് നമുക്ക് തന്നേക്കും. ഫോർ എക്സാമ്പിൾ ഈ ക്വസ്റ്റ്യനിൽ വിച്ച് വെയർ 1,36,000 ഫോർ 2014-15 ആൻഡ് rupees 1,54,000 ഫോർ ഇയർ 2015-16 ആൻഡ് 1 lakh ഫോർ ഇയർ 2016-17. സോ ഈ ആവറേജ് പ്രോഫിറ്റ് എല്ലാം കൂടെ അതായത് ഇപ്പോൾ നമുക്കറിയാം ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എത്ര വർഷത്തെ പ്രോഫിറ്റാണോ നമുക്ക് തന്നിരിക്കുന്നത്, ആ വർഷത്തെ പ്രോഫിറ്റ് എല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അതായത് ഈ 1,36,000 പ്ലസ് 1,54,000 പ്ലസ് 1 lakh ഡിവൈഡ് ബൈ എത്ര നമ്പർ ഓഫ് ഇയേഴ്സ് ഉണ്ട്, ഇവിടെ 3 ഇയേഴ്സിൻ്റെ പ്രോഫിറ്റാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഡിവൈഡ് ബൈ 3 ആ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 1,30,000 എന്ന് കിട്ടും. സോ ആവറേജ് പ്രോഫിറ്റ് കിട്ടി 1,30,000. ഇനി എന്താ പറയുന്നത്, ചമ്പക് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫോർ ദ പീരീഡ് എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്, ഏതൊക്കെ പീരീഡ് തൊട്ടാണ്, April 7 to June 30 ആണ്. സോ April 7 to June 30 എന്ന് പറയുമ്പോൾ എത്രയാണ്, April, May, June. April 7 ആയതുകൊണ്ട് ബിഗിനിങ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഏപ്രിലിനെ ഇൻക്ലൂഡ് ചെയ്യും. സോ April, May, June 3 മാസമാണ് വരുന്നത്. സോ 1,30,000 ഇൻറ്റു 3/12 നമ്മൾ നേരത്തെ ചെയ്ത പോലെ 3/12 ഇൻറ്റു പുള്ളിയുടെ ഷെയർ 4/10 ആ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടും, ആ ചമ്പകിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് കിട്ടും 13,000. ഇത് നമ്മൾ എങ്ങനെ റെക്കോർഡ് ചെയ്യും, ജേണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റഡ് ടു ചമ്പക് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് എത്ര കാണിക്കും, 13,000 കാണിക്കും. സോ ചമ്പക്കിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ എങ്ങനെ അതിനെ റെക്കോർഡ് ചെയ്യും, പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് കാണിക്കും. ഓക്കെ, ക്ലിയർ. സോ ഇതാണ് ഡെത്തിൻ്റെ കേസിൽ വരുന്നത്. ബാക്കി എല്ലാം സെയിം ആസ് റിട്ടയർമെൻറ്റ് പോലെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. നമ്മൾ ചെയ്ത റീവാലുവേഷൻ ആയിക്കോട്ടെ, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആയിക്കോട്ടെ, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോസ് അതെല്ലാം സെയിം തന്നെയാണ്. ആകെ വരുന്ന ജേണൽ എൻട്രിയിൽ വരുമ്പോൾ എന്ത് വരും, പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എൻട്രി വരും. എന്ത് കണ്ടുപിടിക്കാൻ നേരത്തെ, ആ പാർട്ട്നേഴ്സിൻ്റെ ആ ഷെയർ ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ നേരത്തെ. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ അകത്ത് വരുന്നത്, റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ട്ണറിൻ്റെ അകത്ത് വരുന്നത്. ഇത്രയാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത്രയും പറഞ്ഞ് എന്തായാലും നിങ്ങൾ നോക്കിയിട്ട് പോവുക. സോ ഓക്കെ സ്റ്റുഡൻസ്, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ഓക്കെ, താങ്ക് യു.